സോഷ്യൽ മീഡിയയിൽ വരുന്നൊരു ഇപ്പം ഞാൻ പറഞ്ഞ പോലെ സൗഹൃദങ്ങളും ഒരുപാട് കെണികളും എല്ലാം ഇതാക്കിയപ്പോൾ രാജുചേട്ടൻ്റെ ജീവിതത്തിലാണ് അങ്ങനെ ഒരു സിമിലർ ആയ സംഭവം. ഇപ്പോൾ സോഷ്യൽ മീഡിയ ദത്തുപുത്ര എന്ന് വിളിക്കുമെങ്കിലും എന്താണ് ശരിക്കും ആ ഒരു ചേട്ടൻ്റെ ലൈഫ് സ്റ്റോറി ഒന്ന് പറയാമോ? സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു വിഷയമുണ്ട്. എൻ്റെ ഭാര്യ ബിന്ദു ചാക്കോയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ കാരണം അത് ചെല്ലാനം മീഡിയ, ഫോക്കസ് ചാനൽ, അങ്ങനെ ഒരുപാട് ചാനലുകാർ 4ഓളം ചാനൽ കവർ ചെയ്ത് ജനങ്ങൾ മുഴുവൻ കണ്ട വിഷയമാണ്. അപ്പൊ എന്നോട് ഞാനെന്നാ ഈ കുമ്പളങ്ങിക്കാരനെ ഇന്ന് സ്നേഹിക്കണത് ജനങ്ങൾ കൂടുതൽ സഹതാപം കൊണ്ടാണ്. കുറെ ആൾക്കാർ എൻ്റെ കാര്യങ്ങളെല്ലാം അറിയാവുന്നതാണ്. അതായത് കുമ്പളങ്ങിൽ നടന്ന ഒരു ചതിയുടെ ഒരു കഥയുണ്ട്. എൻ്റെ കുടുംബം തകർന്നൊരു കഥയുണ്ട് ജനങ്ങളെ. വേറൊന്നുമല്ല, സന്തോഷമായിക്കൊണ്ടിരുന്ന കുടുംബം സോഷ്യൽ മീഡിയ എന്ന ഒരു, സത്യത്തിൽ എൻ്റെ ഭാര്യയുടെ പേര് ബിന്ദു ചാക്കോ എന്നാണ്. അവൾക്ക് 6 വയസ്സുള്ള ഒരു മോളുണ്ട് എനിക്ക്. അപ്പോൾ അവർ കായലരികത്താണ് വീട്. അപ്പോൾ ഈ ബിന്ദു ചാക്കോക്ക് ഒരു ഹാർട്ടിൻ്റെ ഒരു സർജറി വേണ്ടി വന്നു. ഓപ്പൺ സർജറി ആയിരുന്നു തിരുവനന്തപുരം ശ്രീചിത്ര ഹോസ്പിറ്റലിൽ. വാൽവ് ലീക്കായിട്ട് ഓപ്പൺ സർജറി ചെയ്ത് മെറ്റൽ വാൽവ് വെച്ച് പിടിച്ച് നമ്മൾ ചെയ്ത് സർജറി കഴിഞ്ഞ് 2 വർഷമായിട്ട് മുടങ്ങാതെ മെഡിസിനുകളും ചെക്കപ്പും കഴിഞ്ഞ് പഴയ ആരോഗ്യവതിയായി ആരോഗ്യ സൗന്ദര്യവതിയായിട്ട് വന്നു മാറും. ഇവള് വിഷ്ണു എന്ന ഒരു പയ്യനുമായിട്ട് ഫേസ്ബുക്ക് സൗഹൃദമാണ് പരിചയപ്പെട്ട്. അപ്പോൾ ഈ വിഷ്ണു തൃശ്ശൂരുകാരനാണ്. അപ്പോൾ ഇവൻ ഒമാനിൽ ബിൽഡറാണ്. നല്ലൊരു സൗഹൃദത്തിൽ പോയി. സൗഹൃദങ്ങളൊക്കെ നല്ലത് തന്നെ, പക്ഷെ സൗഹൃദങ്ങൾ അതിര് കടക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ പോയി ഇവർ നല്ല സൗഹൃദത്തിൽ പോയി. കൊച്ചിനൊരു പാവക്കുട്ടീനെ അടച്ചു കൊടുത്തു വീട്ടിലേക്ക്. അങ്ങനെ ഇവൻ വീട് അഡ്രസ്സ് മനസ്സിലാക്കി. ഇവൻ ലീവ് കിട്ടി വീട്ടിൽ വന്നു. അപ്പം എനിക്ക് ഇന്ത്യയിൽ ഡെക്കറേഷൻ്റെ വർക്കായാണ്, ഞാൻ ലോങ് വർക്കാണ്. പിന്നെ ഇവരുടെ സർജറി നടത്തിയതിൽ എനിക്ക് കുറച്ച് ബാധ്യതകളുണ്ട്. ഞാൻ ഒറ്റക്കാന്ന് നടത്തി, പിന്നെ കുറച്ച് സൗഹൃദങ്ങളൊക്കെ നിന്നിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ ഞാൻ ലോങ് വർക്കിൽ പോകുന്ന ടൈമിൽ ഈ കൊച്ചും ഇവളും മാത്രമായിരിക്കും വീട്ടിൽ. സേഫ്റ്റി ആയിട്ടുള്ള വീടാണ്, മതിൽക്കെട്ടാണ്, സേഫ്റ്റിയാണ്. പക്ഷെ ഇവൻ ലീവ് കിട്ടി വീട്ടിൽ വന്ന് കഴിയുമ്പോൾ കുടുംബത്തൊരു നാഥനില്ലാണ്ടാവുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതായത് എൻ്റെ അപ്പച്ചനാണ് എനിക്കുണ്ടായത്. കുഞ്ഞിന് 1.5 വയസ്സുള്ളപ്പോൾ അപ്പച്ചന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ വന്ന അപ്പച്ചൻ മരിച്ചു. അപ്പോൾ അതോടുകൂടി ഞാനും ബിന്ദുവും കൊച്ചു അടങ്ങുന്ന ഒരു കുടുംബമായിട്ട് മാറിയത്. അങ്ങനെ വില്ലൻ്റെ രംഗപ്രവേശനത്തിൽ വീട്ടിലൊരാളും ഇല്ല, കൊച്ചുകളും മാത്രമേ ഉള്ളൂ. പിന്നെ തുടരെ വന്നു തുടങ്ങി. വരരുതെന്ന് പല പ്രാവശ്യം പറഞ്ഞവള്. പിന്നെ ബിന്ദുവിനോട് പ്രണയാഭ്യർത്ഥന നടത്തി. അങ്ങനെ ഇതിൻ്റെ ശരിക്കും കുടുംബത്തിൻ്റെ തകർച്ച സംഭവിക്കണത്, ഞാൻ അങ്കമാലിലൊരു സൈറ്റിൽ വർക്ക് ചെയ്തിട്ടിരിക്കുമ്പോൾ സ്റ്റാർട്ടിങ് ആളൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് സത്യൻ എന്ന ഒരു പോലീസുകാരൻ എന്നെ വിളിക്കണേ. താങ്കളുടെ പേരാണ് രാജു. ഞാൻ പറഞ്ഞു അതെ സാറേ. അതെ, ഞങ്ങൾക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട്, വിഷ്ണു എന്ന ഒരു പയ്യൻ മിസ്സിംഗ് ആണ്. അപ്പോൾ തൃശ്ശൂർ പോലീസ് സ്റ്റേഷനിൽ, ആളൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. വിഷ്ണുവിൻ്റെ അപ്പനും അമ്മയും കൊണ്ടുവന്നൊരു പരാതി വന്നിട്ടുണ്ട്. അപ്പോൾ താങ്കളുടെ ഭാര്യനുമായിട്ട് പോകാനാണ് സാധ്യത കൂടുതൽ. അപ്പം ഞാൻ പറഞ്ഞു സാറിന് നമ്പർ തെറ്റിയരി, നമ്മൾ വിശ്വസിക്കണ പോലും ഇല്ല, മനസ്സിൽ പോലും വിശ്വസിക്കില്ല. നമ്പർ തെറ്റിയരി എന്തായാലും താനൊന്ന് വിളിച്ചിട്ടും തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഇവിടെ വിളിച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്നില്ല. ഞാൻ നേരെ സത്യസാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഉച്ചവരെയും വിളിച്ച് സംസാരിച്ച് മൊബൈൽ റീചാർജ് ചെയ്തുകൊണ്ട് ഇവിടെ എടുത്തിട്ട് നിൽക്കണ മനുഷ്യനാണ് ഞാൻ. പിന്നെ വിളിച്ചിട്ട് മൊബൈൽ ചിലപ്പോൾ കംപ്ലൈൻ്റ് ആയിരിക്കും. നമ്മളൊരു കുടുംബനാഥം ചിന്തിക്കണ പോലും ഇല്ല. ഞാൻ ലാസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ട് ബാബുവിനെ വിളിച്ചിട്ടും പറഞ്ഞടാ ഒന്ന് ചെന്ന് നോക്കടാ നീ വീട്ടിലെന്ന് പറഞ്ഞു. അപ്പോൾ ബാബു ചെന്നപ്പോൾ ഗേറ്റ് പൂട്ടിയിട്ടേക്കും, വീടും പൂട്ടിയിട്ടേക്കും. എടാ ഇവിടെ ആരും ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴും ആളൂർ പോലീസ് സ്റ്റേഷനിലിട്ട് വിളിച്ചിട്ടും പറഞ്ഞു, സാറേ കൊച്ചും തള്ളയും കൂടി വൈകുന്നേരം ഒന്ന് നടക്കാൻ പോകും, എന്തായാലും അറിഞ്ഞിട്ട് വിളിക്കുമെന്ന് പറഞ്ഞു. ഞാനും വലിയ കാര്യമാക്കിയില്ല കേട്ടാ. ഒരു 7 മണി പരിപോയി കഴിഞ്ഞപ്പോൾ പള്ളൂർ സ്റ്റേഷനിൽ നിന്ന് എനിക്ക് കോൾ വന്നു. അപ്പോൾ പരിചയമുള്ള സാറാണ് വിളിച്ചത്, സമ്പത്ത് സാറാണ് വിളിച്ചിട്ടും പറഞ്ഞു, എടാ രാജു വിഷയം വെച്ചൊരു രൂക്ഷമാണ്. വിഷ്ണു എന്ന ചെറുപ്പക്കാരൻ നിന്റെ വൈഫിനെയും കൊച്ചിനെയും ഒട്ടടാ പോയേക്കണെങ്കിൽ. അപ്പോഴേക്കും ഒരു മനുഷ്യനല്ലേ ഞാൻ മാനസികോട് തകർന്നു. ഞാൻ തകർന്ന സൈറ്റിൽ കരച്ചിലായി. എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല ഇങ്ങനെ സംഭവം. ഞാൻ ഓടി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും, എൻ്റെ 2 ഫ്രണ്ട്സിനായിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും കുളിമുറിയിൽ താക്കോല് വെച്ചേക്കണം. താക്കോലെടുത്ത് വീട്ടിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ അലമാരി ഉടുപ്പൊക്കെ വലിച്ചു വാരിയിട്ടേക്കണം. കൊച്ചുമില്ല, തള്ളയുമില്ല. ഒരു മനുഷ്യൻ്റെ കിളി പോകാൻ ഇത് ധാരാളമാണ്. ഇവൻ ഇറക്കി കൊണ്ടുപോയിട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-ാം ദിവസം കൊച്ചിനെ കൊണ്ടുവന്നൊരു ദ്വീപിലി, കുമ്പളങ്ങി തന്നെ നാരങ്ങത്തറ എന്ന് പറഞ്ഞൊരു ദ്വീപിലി മോളെ കൊച്ചിനെ ഉപേക്ഷിച്ച്, കൊച്ചിന് ബാധ്യത വന്ന് കണ്ടിട്ട് ഉപേക്ഷിച്ചിട്ട് ബിന്ദുവിനുമായിട്ട് നാട്ടുകാരാണ് കൊച്ചിനെ എൻ്റെ കയ്യിലേൽപ്പിക്കണം. ഒരച്ഛൻ ക്ഷമിക്കണല്ലേ, ഒരച്ഛൻ്റെ അവസ്ഥയാണ്.
നാട്ടുകാരെല്ലാം അറിഞ്ഞ്, കുമ്പളെങ്കിൽ എല്ലാ ആൾക്കാരും അറിഞ്ഞ്, പാണന്മാർ പാടി നടക്കണ പോലെയാണ് ആൾക്കാർ പാടി നടക്കണം. ഒരു സർജറി ടൈമിന് പോലും കിടക്കാത്ത ബന്ധുക്കൾ കാറ് വിളിച്ചാൽ വന്നത്. എന്താണ് മോനെ എന്ന് ചോദിച്ചു. എൻ്റെ വീട്ടിലെ ആൾക്കാർ ജനങ്ങളും നിറഞ്ഞു. എന്നിട്ട് ഈ ബിന്ദു ചാക്കോ എന്നുള്ള എൻ്റെ വൈഫിനായിട്ട് ഇവൻ മൈസൂർ അമ്മാവൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് 14 ദിവസം അവൻ്റെ ആവശ്യങ്ങളെല്ലാം നടത്തി. അതിനുശേഷം മിസ്സിംഗ് കേസ് ചാർജ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇവൻ അങ്ങോട്ട് തള്ളിക്കളയണേ. ലാസ്റ്റ് ഗത്യന്തരം ഇല്ലാണ്ട് ബിന്ദു ചാക്കോ എൻ്റെ വീട്ടിൽ തൃശ്ശൂർ ചെന്ന് വിഷ്ണു എന്നെ സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞത്, നിനക്ക് ഇത്ര പ്രായമുണ്ടെന്ന് അറിയാൻ പാടില്ല. ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കുക സുഹൃത്തുക്കളെ. 14 ദിവസം കൊണ്ടുപോയിട്ട് അവളെ ഉപയോഗിക്കാവുന്ന മാക്സിമം ഉപയോഗിക്കുകയും ചെയ്തിട്ട് ഇത്ര പ്രായമുണ്ടെന്ന് നിനക്കറിയാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണിനെ ഉപേക്ഷിച്ച് കളഞ്ഞ അവസ്ഥയിൽ വേറെ ഗത്യന്തരം ഇല്ല. ഇവനെതിരെ പരാതി കൊടുത്ത് പള്ളുരുത്തി സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുത്ത് എല്ലാം കഴിഞ്ഞ് കച്ചേരിപ്പടി വനിതാ പോലീസ് സ്റ്റേഷനിൽ ഇവളെ മരിക്കുന്ന മുമ്പ് സ്വമേധയാ പരാതി കൊടുത്തതിൻ്റെ കോപ്പിയുണ്ട്, എല്ലാം ഉണ്ട്. ഇവള് ആത്മഹത്യ ചെയ്തു. അപ്പം അതോടുകൂടി തകർന്നു പോയൊരു കുടുംബമാണ്. ലിസി ഹോസ്പിറ്റലിലാണ് മരണം നടക്കുന്നത്. ഞാൻ കോട്ടയത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ എന്നെ ഇവള് ലാസ്റ്റ് എന്ന് വെച്ചാൽ ബ്യൂട്ടി പാർലറിൽ വെച്ചാൽ മേഡം വിളിച്ചിട്ടും പറഞ്ഞു, രാജു എത്രയും പെട്ടെന്ന് ആ ബിന്ദു കുഴഞ്ഞു വീണു. ഞാൻ കോട്ടയത്തുനിന്ന് ഓടി 5 മണി വെളുപ്പിനെ ലിസി ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഒരു വാക്ക് പറയാൻ പോലും നിൽക്കാണ്ട് ശരിക്കും അത്ര നേരം ഈ ബിന്ദു ചാക്കോ എന്നുള്ള അവൾക്ക് കുറ്റബോധമായി പോയി. രാജു വന്നില്ല എന്ന് ചോദിച്ചിട്ടിരുന്ന അവക്കടെ ആത്മാവ് വേർപെടുന്നത് വരെ. ആ അവളുടെ ഞാനിങ്ങനെ കയ്യെ പിടിച്ച് നോക്കിയപ്പോൾ ഈ മൈലാഞ്ചി ഇട്ടേക്കണത് അതേപോലെ തന്നെ ഉണ്ട്. പക്ഷെ എൻ്റെ വീട്ടിലായിരുന്നപ്പോൾ ഞാൻ അതുപോലെ കൊണ്ട് നടക്കുന്ന കൊച്ചാണ്. മുടി സ്റ്റേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മോള് പോയി മുടി സ്റ്റേറ്റ് ചെയ്തു. ഒരു ഞായറാഴ്ച വന്ന 2 സിനിമയാണ് കാണണം സാനിയ തിയേറ്ററിൽ പോയിട്ട്. ജനങ്ങൾക്ക് അറിയാം, കുമ്പളെങ്കിൽ എൻ്റെ കഥകളെല്ലാം അറിയാം. ഒരു സിനിമ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ പറയും എന്നെ തോന്നുന്നു രാജു നമുക്ക് സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് പോയാൽ പോരെ. പിന്നെ കുമ്പളെങ്കിൽ തിങ്കളാഴ്ച മനുഷ്യൻ്റെ മക്കാരും പണിക്ക് പോകാറില്ല. അപ്പൊ സന്തോഷമായിട്ട് ഒരു കുടുംബം തകർത്തിട്ട് പോയ പ്രതി. ഇവിടുത്തെ നിയമങ്ങളാണ് കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴത്തെ അവസ്ഥകൾ, അതായത് ഈ പ്രതി വിഷ്ണുവിനെ ഇപ്പൊ നിയമപാലകർ വരെ സംരക്ഷിക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തുകൊണ്ട് അങ്ങനെ തോന്നാൻ കാരണം? അതായത് പള്ളുരുത്തി, എൻ്റെ സ്റ്റേഷൻ പരിധിയായ പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിൽ ഇവളുടെ മരണത്തിന് ശേഷം ഞാൻ സമർപ്പിച്ച രേഖകൾ, ഇവളെ സ്വമേധയാ കച്ചേരിപ്പടി വനിതാ പോലീസ് സ്റ്റേഷനിൽ ജീവിച്ചിരുന്നപ്പോൾ കൊടുത്ത പരാതിയുടെ കോപ്പി, പിന്നെ ഇവള് ചേച്ചിയും കൂടി വന്നിട്ട് പള്ളുരുത്തി സ്റ്റേഷനിൽ വിഷ്ണുവിനെതിരെ കൊടുത്ത പരാതിയുടെ കോപ്പിയിൽ എന്നെ ചതിച്ചു, വിഷ്ണു എന്നെ കാര്യം കഴിഞ്ഞതിന് ശേഷം കറിവേപ്പൻ എന്നെ പൊലിവ് ഒഴിവാക്കി എന്ന് പറഞ്ഞു. അതിനുശേഷം ഇവളുടെ മരണം സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇവക്കടെ ഡ്രസ്സുകളും ബാഗുകളും ഇവൾ നിന്നേച്ച ഹോസ്റ്റലിൽ പോയിട്ട് എടുത്തിട്ട് പോന്നു കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ 4 പേജ് മരണമൊഴി എഴുതി വെച്ചേക്കണം. അത് നീലയും പച്ചയും കലർന്ന കളറിലാണ് മഷി കൊണ്ടാണ് എഴുതിയേക്കണത്. ഞാൻ മരിക്കുകയാണ്, എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, വിഷ്ണു എന്നെ ചതിച്ചു, ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞിട്ട് എന്നെ അപ്പോഴാണ് സത്യങ്ങൾ ഞാൻ അറിയണത്. അതായത് ഇവൾ വരത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവൻ ദേഹോപദ്രവം ചെയ്തു വിടാം. അപ്പച്ചൻ്റെ മുറിയിൽ വെച്ച് കഴുത്തിനൊക്കെ പിടിച്ച് ഇടിക്കണത് എൻ്റെ മോള് കണ്ടിരിക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയണം, സത്യാവസ്ഥ അറിയണം. ഗത്യന്തരം ഇല്ലാണ്ട് ഇവൻ അല്ലെങ്കിൽ കൊച്ചിനെ കൊന്നുകളയെന്ന് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആണ് ഇവളെ ഇറക്കി കൊണ്ടുപോയിട്ട് ലാസ്റ്റ് ചതിച്ചത്. പക്ഷെ നമ്മൾ ഇത് കൂടാണ്ട് തന്നെ പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിൽ ഞാൻ എല്ലാവരുടെയും മൊഴി എടുക്കാൻ വേണ്ടി ഇവള് നിന്നേച്ച ബ്യൂട്ടി പാർലറിന് മേഡത്തിന് എല്ലാവരെയും കൊണ്ടുവന്ന് മൊഴി കൊടുത്തു. അതിനോടൊപ്പം തന്നെ ഇവള് സ്വന്തം ഫോണിൽ റെക്കോർഡ് ചെയ്ത 9 വോയിസ് ക്ലിപ്പ് ഉണ്ടായി. അതിൽ ബിന്ദു കരയണവരമുണ്ട്. അതായത് വിഷ്ണു വന്നിട്ടിരിക്കുമ്പോൾ ഞാൻ വരികയാണെങ്കിൽ നീ എൻ്റെ കൂടെ ഇറങ്ങി വരണം, ഞാൻ വരത്തില്ല വിഷ്ണു, നീ തിരിച്ചു പോകുന്നതെല്ലാം പറയണതുണ്ട്. ഈ നിർണായകമായ തെളിവ് ജനങ്ങളെ ഇത് കേൾക്കണോട്ടാ, പച്ചക്ക് പറയുക കുമ്പളൈക്കാരൻ. ഈ നിർണായകമായ തെളിവ് അന്ന് കൊണ്ടുവന്നിട്ട് സ്റ്റേഷൻ പരിധിയിൽ സമർപ്പിച്ചപ്പോൾ 5 പേര് സാക്ഷികളാണ്. മൊഴിയും കൊടുത്ത് ഇത് സമദ് സാറിൻ്റെ കയ്യിലായിട്ടാണ് കൊടുത്തത് പള്ളുരുത്തി സ്റ്റേഷനിൽ. അപ്പോൾ സാറ് പറഞ്ഞു ഇത് ഞങ്ങളുടെ കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കും, ഇത് നിർണായകമായ തെളിവാണ്, ചെക്കനുള്ളിൽ പോകാൻ ഇത് ധാരാളമാണ്. ഞാൻ പറഞ്ഞു സാറെ നഷ്ടപ്പെടുത്തി കറിയരുത്, അപ്പോൾ ഇത് ഞങ്ങളുടെ കമ്പ്യൂട്ടറിലുണ്ടാവും. എന്നിട്ട് സമദ് സാറിൻ്റെ ഫോണിൽ നിന്ന് അന്ന് എന്ന് വെച്ചാൽ CA സിൽവസ്റ്ററിൻ്റെ ഫോണിലേക്ക് ഇത് സെൻഡ് ചെയ്ത് കൊടുത്തു. അത് ഞാനും പുള്ളിയുടെ കൂടെ നിന്ന് കേട്ടാ. ഇപ്പം അവർ പറയണത് എന്താണെന്നറിയോ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു വോയിസ് റെക്കോർഡ് കിട്ടിയിട്ടില്ല. ഈ വോയിസ് റെക്കോർഡ് നിങ്ങളുടെ കയ്യിൽ പിന്നെ ഇല്ലേ? വോയിസ് റെക്കോർഡ് നമുക്ക് കൊടുത്തിട്ട് ഇവിടെ സംഭവിച്ച കാര്യം എന്താണെന്നറിയോ, ഇപ്പൊ ഇതിൽ ഈ ഇന്റർവ്യൂ കേട്ടോണ്ടിരിക്കണ മേലധികാരികളും കൊച്ചി പോലീസ് കമ്മീഷണർ ഇതിന് വേണ്ടപ്പെട്ട അധികാരികൾ ഇതിൽ ഇടപെടേണ്ട കാര്യമാണ്. അതായത് നമ്മുടെ പള്ളുരുത്തി പോലീസ് സ്റ്റേഷനെ കുറിച്ച് അല്ലാണ്ട് തന്നെ പരാതി ഒരുപാടുണ്ട്. ഇപ്പൊ സംഭവിക്കണമെന്ന് വെച്ചാൽ ചെക്കൻ്റെ വീട്ടുകാരെ വിളിച്ചു വരുത്തിയിട്ട് ഈ മരണമൊഴി എല്ലാവരുടെ കയ്യിലുണ്ടല്ല, ഈ വോയിസ് റെക്കോർഡ് ഇല്ല എന്നിട്ട് ഇവർ വിലപേശി. അതായത് ബിന്ദു ചാക്കോ എന്നുള്ള യുവതിയുടെ മരണം ഇവരൊരു ബിസിനസ് ആക്കി മാറ്റി.
വില പറഞ്ഞ് നല്ല കച്ചവടം ഉറപ്പിച്ചാണ്ട് ഇവര് വിറ്റിട്ട് ഇവരെല്ലാരും കൂടി പുട്ടടിച്ച് എല്ലാരും വീതിച്ചെട്ട് കാര്യം. ഇതെങ്ങനെ നിങ്ങൾ അറിഞ്ഞത് ഇതിനെ പറ്റിയിട്ട്? ഇവര് തെളിവുകൾ നശിപ്പിച്ചു കളഞ്ഞു. ഈ വോയിസ് റെക്കോർഡ് ഇപ്പൊ ഇവർക്ക് കിട്ടിയിട്ടില്ലെന്നാ പറഞ്ഞത്. ഇപ്പൊ ഞാൻ പള്ളൂരുത്തി സ്റ്റേഷനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, വനിതാ കമ്മീഷൻ, എല്ലായിടത്തും എന്റെ മെയിൽ പോയിട്ടുണ്ട്. അത് കൂടാണ്ട് രണ്ടാമത്തെ ചതിയുടെ വശം, അത് ഒന്നാമത്തെ പരം, രണ്ടാമത്തെ ചതിയുടെ വശം, നമ്മൾ വിശ്വസിച്ചേൽപ്പിച്ച അഡ്വക്കേറ്റ് ലീമ അഡ്വക്കേറ്റിനെ ഞാൻ ഏൽപ്പിച്ചത്. ഈ കേസ് നോക്കിയത് ലീമയുടെ ഭർത്താവ് സജന. ഈ സജന്റെ ഫോണിലേക്ക് ഇത് സെൻഡ് ചെയ്ത് കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞു ഇത് എൻ്റെ പെൻഡ്രൈവിൽ ഞാൻ സൂക്ഷിച്ചേക്കും, ഇത് കളയത്തിൽ നഷ്ടപ്പെടുത്തത്തില്ല രാജു എന്ന് പറഞ്ഞ ഈ അഡ്വക്കേറ്റ് അയാളിപ്പോൾ പറഞ്ഞ എൻ്റെ ഇത് ഫോൺ പോയി. ഈ സെൻഡ് ചെയ്ത് കൊടുത്തതിന്റെ തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടോ? സെൻഡ് ചെയ്ത് കൊടുത്ത ഇവിടെ മേഡത്തിന്റെ ആങ്ങളയുടെ ഒരു നമ്പൂതിരിയുടെ ഫോണിൽ നിന്നാണ് സെൻഡ് ചെയ്ത് കൊടുത്തത്. പക്ഷെ ഇവിടെ നടക്കണത് എന്താണെന്നറിയാമോ? വക്കീലന്മാർ തമ്മിലുള്ള ഒരു ഇതുണ്ടായിട്ട് ഇവരും ഈ ബിന്ദു ചാക്കോ എന്നുള്ള യുവതിയുടെ മരണം കച്ചവടമാക്കി മാറ്റി. ഇവരും അതങ്ങോട്ട് വിറ്റ് കളഞ്ഞിട്ട് ഇപ്പൊ കിടന്ന് ഉരുളുക. ഞാനിപ്പോ പറഞ്ഞേക്കണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് താക്കീത് ഞാൻ കൊടുത്തേക്കുവാ, എനിക്കിത് കിട്ടണം. എനിക്കിത് കിട്ടിയാൽ എനിക്കിപ്പം ഇതൊരു ചട്ടക്കൂടിയിൽ ഒതുക്കിയിട്ട് ഇപ്പൊ സംഭവിച്ചേക്കുന്നത് ഹൈക്കോടതിയിൽ നിന്ന് പ്രതിക്ക് ജാമ്യം കിട്ടി. ജാമ്യം കിട്ടാത്ത വകുപ്പാണ് ഈ കേസ്. ജാമ്യം കിട്ടാൻ വേണ്ടി പള്ളൂരുത്തി സ്റ്റേഷനിലെ പോലീസുകാർ ഈ കേസിന്റെ പ്രധാനപ്പെട്ട രേഖകളെല്ലാം മാറ്റിയിട്ട് മരിച്ചുപോയ യുവതി സ്വമേധയെ ഇറങ്ങിപ്പോയെന്ന് വരുത്തി തീർന്നു. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ഈ തെളിവുകളെല്ലാം മാറ്റിയിട്ടും കാണിച്ചതാണ്. എന്നിട്ട് പ്രതിനെ രക്ഷപ്പെടുത്തി ജാമ്യം എടുത്ത് അവൻ പുറത്തു നിൽക്കണം. കൈയടിക്കണ്ടേ? ഇങ്ങനെ കൈയടിക്കണ്ടേ? ഇതൊരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന യാതനകളാണ് ഇതൊക്കെ. നിയമത്തിന് വേണ്ടി ഒറ്റയാൾ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കണേ ഞാൻ. എൻ്റെ കുടുംബം പോയി. കുമ്പളങ്ങിയിലാണ് എൻ്റെ വീട്. ഇവക്കടെ മരണത്തിന് ശേഷം സംഭവിച്ച കാര്യങ്ങൾ. ഇവക്കടെ മരണത്തിന് ശേഷം ഞാൻ സുഹൃത്തുക്കളെ എൻ്റെ മോളെ ഞാൻ 1 മാസത്തോളം നോക്കി. തിരുവല്ല കല്ലുപ്പാറ പൊതുശ്മശാനത്താണ് അടക്കം ചെയ്തത്. അവിടെയാണ് അടക്കം ചെയ്തത്. അതിനുശേഷം എൻ്റെ വീടങ്ങോട്ട് ഉറങ്ങി. ഒരു ദുഃഖ വെള്ളിയാഴ്ചത്തെ അവസ്ഥയാണ് വീട്ടിൽ വന്ന് കയറുമ്പോൾ. കളിയും ചിരിയും എല്ലാം നിന്ന് വീടങ്ങോട്ട് ഉറങ്ങി. പിന്നെ എൻ്റെ കൊച്ചിനെ ഞാൻ 1 മാസത്തോളം നോക്കി. എനിക്കും ജോലിക്ക് പോകാൻ പറ്റണില്ല. കൊച്ചി പിന്നെ ബിസ്ക്കറ്റൊക്കെ കഴിച്ച് കൊച്ചിന് വയറ്റിൽ ഇൻഫെക്ഷനായി. കൊച്ചി നിലവിളിയാണ്. അപ്പം അങ്ങനെ ഒരവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ആ വീട്ടിൽ നിന്ന് മൂത്ത ചേച്ചി വന്നു. ബന്ധുച്ചാക്കൊണ്ട മൂത്ത ചേച്ചി വന്നിട്ടും പറഞ്ഞ് ഞങ്ങൾ മോളെ കൊണ്ടുപോയിക്കോളാം, രാജു ഇപ്പം പെൺകുട്ടി കൂടി അല്ല ഞങ്ങൾ വളർത്തിക്കോളാടാന്ന്. അങ്ങനെ 6 വയസ്സുള്ളപ്പ എൻ്റെ കൂടെ ചേർത്ത് പിടിച്ച് എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച പെൺകുഞ്ഞു കൂടി എൻ്റെ കയ്യിൽ നിന്ന് പോവുക. ആ കൊച്ചി എൻ്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ തകർന്നു പോയി. ശരി, പക്ഷെ എങ്കിലും ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് വിചാരിക്കുന്നത് അവരുടെ മിത്രങ്ങളല്ലേ കൊണ്ടുപോയേക്കണം, അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷെ കൊച്ചി ഇപ്പോൾ തിരുവല്ലയിൽ വളരണം. അതിനുശേഷം ഈ കുമ്പളങ്ങിക്കാരൻ 6 മാസത്തോളം ആ വീട്ടിൽ കഴിച്ചു കൂട്ടി. എൻ്റെ കുമ്പളങ്ങിലെ വീട് മൊത്തം കാട് കയറി. ഞാൻ പണി കഴിഞ്ഞ് വന്ന് കയറാൻ രാത്രിയൊക്കെ. ഒരു മനുഷ്യൻ ഒരു മാതിരി ധൈര്യം ഇല്ലാത്തവനാണ് ഫാനിൽ കെട്ടിത്തു പോകും. പക്ഷെ എനിക്കെന്താണെന്ന് അറിയാം, എൻ്റെ അപ്പൻ്റെ ഒരു ധൈര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുമ്പളങ്ങിൽ ഞാൻ അങ്ങനെ നടന്നേക്കണമെന്ന്. അപ്പൊ എൻ്റെ അപ്പൻ്റെ ധൈര്യം കാരണം ഞാൻ പിടിച്ചിരിക്കുക. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീട് ഇപ്പൊ ഒരു ഫാമിലിക്ക് പണയത്തിന് കൊടുത്ത്. എനിക്ക് ഒരു ഒറ്റപ്പെടൽ പോലെ രാത്രിയൊക്കെ വന്ന് കയറുമ്പോൾ ഒരു ഏകാന്തത. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടും പറഞ്ഞടാ നീ ഇനി ഇവിടെ നിൽക്കണ്ട. പിന്നെ ജനങ്ങൾ എന്നെ ഒരു സഹതാപത്തിലാണ് കാണുന്നത്. എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ് കുമ്പളക്കാരൻ എന്നുള്ളത്. പക്ഷെ ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ നമ്മളോടൊരു സഹതാപം, എന്താ മോനെ മോക്ക് സുഖമാണ്, ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വന്നു കഴിയുമ്പോൾ എനിക്കെന്തോ ഒരു അങ്ങനെയാണ്. ഞാനിപ്പോൾ സത്യത്തിൽ കൊച്ചിയിലാണ് സൗഹൃദങ്ങളായി ഞാനിപ്പോൾ സ്റ്റേ ചെയ്തേക്കണത്. ഇപ്പൊ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. പ്രതി ഇപ്പൊ മിടുക്കനായിട്ട് ജാമ്യം എടുത്ത് പുറത്തു നിൽക്കണം. അതിനെതിരെ ഞാനിപ്പോൾ പോരാടിക്കൊണ്ടിരിക്കണം. ഒറ്റയാൾ പോരാട്ടം. ഇതാണ് ഇവിടുത്തെ കേരളത്തിലെ അവസ്ഥ. അതായത് ഒരു കേസ് ഇവിടുത്തെ ഒന്നാമത്തെ കാര്യം എന്ന് പറയാനില്ല, അധികാരികൾ കേൾക്കണം. ഒരു കേസ് നമ്മൾ ചാർജ് ചെയ്ത് കഴിയുമ്പോൾ ഒരു കേസ് കോടതിയിലേക്ക് കയറുമ്പോൾ 2 വർഷമെങ്കിലും ടൈം എടുക്കുന്നുണ്ട്. മനസ്സിലായ? ഈ സമയം കൊണ്ട് പ്രതിയുടെ ഭാഗത്തുനിന്ന് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് അവർ സ്വാധീനിച്ച് ഈ പറയണ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നടന്നേക്കണം എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ മാമാപ്പണി എന്ന് പറയും. എൻ്റെ ഭാഷയിൽ അതേ പറയുള്ളൂ. പള്ളൂരുത്തി സ്റ്റേഷൻ ചെയ്തേക്കണ മാമാപ്പണിയാണ്. മനസ്സിലായ? തെളിവുകളെല്ലാം നശിപ്പിച്ച് കളഞ്ഞേക്കണേ. അത് ചെയ്തിട്ട് പ്രതിനെ സംരക്ഷിച്ച് കുറച്ച് കാശ് പള്ളൂരുത്തി സ്റ്റേഷനിൽ കൊടുത്ത് കുറച്ച് കാശ് അഡ്വക്കേറ്റിനും കൊടുത്ത് ഈ കേസ് അങ്ങോട്ട് വലിച്ചു നീട്ടണേ. ഇപ്പൊ ചേട്ടൻ ഇപ്പൊ പറഞ്ഞല്ലോ നമ്മള് ക്യാഷ് കൊടുത്തിട്ട്
ഒതുക്കിയേക്കുന്നത്. പക്ഷെ നമുക്ക് അതിൻ്റെ എതിരെ എന്തെങ്കിലും നിങ്ങളുടെ തെളിവോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? തെളിവ് എല്ലാം എൻ്റെ കയ്യിലുണ്ട്, തെളിവ് എല്ലാം ഉണ്ട് എൻ്റെ കയ്യിൽ. ഇതിപ്പോ മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ നിന്നേച്ച വക്കീൽ വരെ ഇതൊരു ചട്ടക്കൂടിൽ ഒതുക്കിയിട്ട് ഈ കേസ് ഒതുക്കി. ഞാനിപ്പോൾ എന്നെ മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട് ജഡ്ജി വിളിച്ചിട്ടുണ്ടായി. ഞാനപ്പോൾ മജിസ്ട്രേറ്റിന് മുമ്പിൽ ചെന്നിട്ട് കാര്യം പറഞ്ഞു, സാറേ ഈ കേസ് മുന്നോട്ട് പോകത്തില്ല, എനിക്ക് അഡ്വക്കേറ്റിൽ താല്പര്യമില്ല. ഞാനൊരു പറഞ്ഞതിൻ്റെ തുടങ്ങി എനിക്കൊരു പബ്ലിക് പ്രോസിക്യൂട്ടറെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്, കേസ് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റത്തുള്ളൂ എന്ന് വെച്ചാൽ അതാണ്. എന്താന്ന് വെച്ചാൽ ഉപ്പ് തിന്നപ്പം വെള്ളം കുടിക്കട്ടോ. ഇനി ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള ആ വിഷ്ണുമാരി ജാമ്യം എടുത്ത് പുറത്ത് നിന്നിട്ട് കഴിഞ്ഞാൽ അവൻ നാളെ ഒരുത്തൻ്റെ കുടുംബം തകർക്കും. ഇല്ലെന്ന് പറയാൻ പറ്റുമോ നിനക്ക്? നാളെ അവൻ ഇത് തന്നെ ആവർത്തിക്കും. ഇത് ആവർത്തിക്കരുത്. എനിക്ക് ഈ കുമ്പളങ്ങിക്കാരൻ്റെ കുടുംബം തകർന്ന പോലെ നാളെ ഒരുത്തൻ്റെ കുടുംബം തകരരുത്. അതാണ് ഞാൻ നിയമ പോരാട്ടത്തിൽ പോണത്. പക്ഷെ ഇതിൽ ഞാൻ മാക്സിമം ഞാൻ അവന് ശിക്ഷ കൊടുക്കാൻ നോക്കും മാക്സിമം. പിന്നെ ആ കുഞ്ഞിൻ്റെ ഭാവി ഓർത്തിട്ടാണ്. ഇനി അവക്ക് ഞാനേ ഉള്ളൂ. ആ കൊച്ചി ഇപ്പൊ 10 വയസ്സായി മോക്ക്. അവക്ക് ഞാനേ ഉള്ളു. അവൾക്ക് വേണ്ടിയിട്ട് അച്ഛനും അമ്മയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പൊ കഴിഞ്ഞ ക്രിസ്മസിന് ഞാൻ പോയി മോളെ കണ്ടു. പക്ഷെ മോള് ഒരു മൗനം പോലെയുള്ളൂ. ആ കളിയും ചിരിയും ഇതൊക്കെ പോയി. കൊച്ചി ഒരു നല്ല മിടുക്കത്തിയാണ്. നല്ലവണ്ണം ഡാൻസ് കളിക്കും, ടീച്ചർമാരൊക്കെ നല്ലവണ്ണം പഠിക്കും. പക്ഷെ അമ്മേനെ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അവക്കടെ ബാല്യമല്ലോട് പോയേക്കണം. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കുഞ്ഞിൻ്റെ 6 വയസ്സിലെ അമ്മ നഷ്ടപ്പെടണമെന്ന് പറയുമ്പോൾ ആ കുഞ്ഞിൻ്റെ ബാല്യമാണ് തൊലച്ചേക്കണത് ഈ വിഷ്ണു എന്ന പ്രതി. അപ്പൊ ശിക്ഷ കിട്ടേണ്ട അവന് തന്നെയല്ലേ ശിക്ഷ കിട്ടേണ്ടത്. ഞാൻ വേറെ വയലൻസിലേക്കൊന്നും പോയിട്ടില്ല. പക്ഷെ നിയമം തോക്കുന്നിടത്ത് നിന്ന് എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. എനിക്ക് അതുപോലെ സൗഹൃദങ്ങൾ കൊച്ചിയിലുള്ള വ്യക്തിയാണ്. പക്ഷെ അവർക്ക് ശിക്ഷ കിട്ടണം. ഇതാണ് ഇവിടുത്തെ കേരളത്തിലെ നിയമപാലകർ തന്നെ ഈ കാശും മേടിച്ചിട്ടുള്ള കളികളാണ് നടക്കുന്നത്. പക്ഷെ നമ്മുടെ നിയമം വെച്ചിട്ട് ഇതുവരെ നമ്മുടെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ സൈഡിൽ എന്താ പറയാ ജസ്റ്റിഫൈ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ശരിയുണ്ടെങ്കിൽ അത് എന്തായാലും വിജയിച്ചിരിക്കുമെന്നല്ല വിശ്വാസം. ആ വിശ്വാസത്തിലല്ലേ മുന്നോട്ട് പോണത്. അതുകൊണ്ടല്ലേ നിയമം പിടിച്ചു തന്നെ പോണത്. അല്ല, ഈ സാധാരണ ഇങ്ങനെയൊക്കെ വരാൻ നേരത്തെ എന്താണെന്ന് അറിയാം, ചില ആൾക്കാർ പകുതിക്ക് വെച്ച് നിർത്തിപ്പോവും. അതാണ് ഇപ്പൊ ഇവരുടെയൊക്കെ കറക്റ്റ്. ഇവൻ കുറെ നാൾ ഓടിക്കഴിയുമ്പോ ഇവൻ പകുതിക്ക് വെച്ച് അങ്ങോട്ട് നിർത്തിപ്പോവും, ഇട്ടുകളയും. പക്ഷെ ഞാനിടത്തില്ല. എന്ത് വെച്ചാണ്ടല്ല, എൻ്റെ സ്വർഗമായ എൻ്റെ കുടുംബമാണ് നരകമാക്കിക്കണത്, എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചേക്കണം. ഇപ്പോഴും നിങ്ങൾക്കറിയാം, എന്നെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ളതാണ് നിങ്ങൾ. ഞാനെന്ന കുമ്പളങ്ങിക്കാരൻ ഇത്രയൊക്കെ പ്രശ്നങ്ങളിലൂടെ ആണെങ്കിലും ഞാൻ പുറമേ അറിയിക്കാറില്ല. എൻ്റെ ഡ്രസ്സിങ്ങിൽ പോലും നമ്മൾ പുറത്തായിട്ട് ഇറങ്ങുമ്പോൾ ഈ കൂളിംഗ് ഗ്ലാസ് എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇറങ്ങുള്ളൂ. എൻ്റെ സ്റ്റൈൽ ഇതൊക്കെയാണ്. എങ്ങനെയാ അങ്ങനെ ഒരു ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? കാരണം ഇത്രയും ആ ചിരിക്കുന്ന മുഖത്തിന്റെ പിറകെ ഇത്രയും വിഷമത്തിൽ നിൽക്കുന്ന ഒരാളാണ് എന്നുള്ളത് ഇപ്പൊ പറഞ്ഞല്ലോ. അപ്പൊ എങ്ങനെയാണ് ആ ഒരു ഇമേജ് അല്ലെങ്കിൽ ആ ഒരു ചിരി നിലനിർത്തുന്നത്? എൻ്റെ ശരിക്കും എൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് എൻ്റെ സൗഹൃദങ്ങളാണ്. എൻ്റെ ഇന്നത്തെ സമ്പാദ്യം. എനിക്ക് സങ്കടം വന്നാലും എന്ത് വന്നാലും പങ്കിടാൻ പറ്റിയ എൻ്റെ സൗഹൃദങ്ങളാണ്. അവരാണ് ഈ കുമ്പളങ്ങിക്കാരനെ ചേർത്ത് പിടിക്കുന്നത്. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് സൗഹൃദങ്ങളുണ്ട് എനിക്ക്. അപ്പോൾ അവർ നമ്മളെ ചേർത്ത് പിടിക്കുന്നിടത്തോളം നമ്മൾ ഒറ്റക്കല്ലടും. അതല്ലേ നമുക്ക് തന്നെ ധൈര്യം. ജനങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടായാൽ മതി, നമ്മൾ തനിച്ചല്ല. ആ ഒരു തോന്നൽ വന്നാൽ മതി, നമുക്ക് തോക്കത്തില്ല. ശരിയാ.